കോഴിക്കോട് കൊടുവള്ളിയിൽ അതിര് കടന്നുള്ള പെരുന്നാൾ ആഘോഷത്തിൽ 3 പേർ പിടിയിലായിട്ടുണ്ട്. കൊടുവള്ളി സ്വദേശികളായിട്ടുള്ള മുഹമ്മദ് ഫായിസ്, മുഹമ്മദ് ഷാനിദ്, കുന്നമംഗലം സ്വദേശി അർഷാദ് എന്നിവരാണ് ഇപ്പോൾ പിടിയിലായത്. റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തി പടക്കം പൊട്ടിക്കുകയായിരുന്നു ഇവർ. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും. അഭിജിത്ത്, അപ്പോൾ എന്താണ് ഇവർ ചെയ്തത്? ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ പണി കിട്ടി, പിടിയിലായി. എന്താണ് ഇക്കൂട്ടർ റോഡിൽ കാട്ടിക്കൂട്ടിയത്? ഷിഹാസ്, വലിയ അക്രമമായിരുന്നു ഇവർ കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയോടുകൂടി കൊടുവള്ളി ടൗണിൽ നടത്തിയത്. വാഹനങ്ങൾ കടന്നു പോകുന്ന സമയം, വളരെയധികം വാഹനങ്ങൾ കടന്നു പോകുന്ന സമയമായിരുന്നു. തിരക്കേറിയ സമയത്താണ് ഈ വാഹനങ്ങളുടെയൊക്കെ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് റോഡിന് നടുവിൽ ഇവർ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം. ഏറെ നേരം വാഹനങ്ങൾ നിർത്തിയിടേണ്ട സാഹചര്യമുണ്ടായി. യാത്രക്കാർക്ക്, നാട്ടുകാർക്കൊക്കെ വലിയ ശല്യമായി മാറുകയും ചെയ്തു. അതിനു പിന്നാലെ ഒരു വാക്കുതർക്കം യാത്രക്കാരും ഈ ആഘോഷ പ്രകടനം നടത്തിയ യുവാക്കളും തമ്മിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അല്പസമയം കഴിഞ്ഞ് പോലീസൊക്കെ എത്തിയാണ് രംഗം ശാന്തമാക്കുകയും ചെയ്തത്. അതിനു പിന്നാലെ പോലീസ് ഈ പടക്കം പൊട്ടിച്ച യുവാക്കൾക്കെതിരെ കേസെടുത്തിരുന്നു. അതിലാണ് ഇപ്പോൾ 3 പേർ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. 2 കുന്നമംഗലം സ്വദേശികളും 2 കൊടുവള്ളി സ്വദേശികളും 1 കുന്നമംഗലം സ്വദേശിയുമാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഒരാൾ കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലാകാനുണ്ട്. ഷിഹാസ്. യെസ്, അപ്പോൾ അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ച റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി ഉള്ള ആഘോഷമായിരുന്നു. പെരുന്നാൾ ആഘോഷം എന്നുള്ള പേരിലാണ് ഇവർ ഇത്തരത്തിലുള്ള ചെയ്തികൾ കാട്ടിക്കൂട്ടിയത്. എന്താണെങ്കിലും ഇപ്പോൾ നല്ല പണി തന്നെ കിട്ടിയിട്ടുണ്ട്, പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്.